നമസ്കാരം കുട്ടികളെ. നാം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്. ഈ ഊർജം ലഭിക്കുന്നതാകട്ടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും. ശരിയായ ആരോഗ്യ സംരക്ഷണത്തിന് ചിട്ടയായ ഭക്ഷണശീലങ്ങൾ ആവശ്യമാണ്. എന്നാൽ ജങ്ക് ഫുഡിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയും ഉപയോഗം ആരോഗ്യ പ്രശ്നം വിളിച്ചു വരുത്തും. ശരിയായ ഭക്ഷണ രീതി നമ്മൾ പിന്തുടരുന്നില്ല എങ്കിൽ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതിനൊരു ഉദാഹരണമാണ് അമിതവണ്ണം. അമിതവണ്ണം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഉണ്ടാകാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് ശരീരത്തിൻ്റെ വിവിധ ഭാഗത്ത് അനിയന്ത്രിതമായി അടിഞ്ഞുകൂടുന്നു. ഇത് ശരീരഭാരം വർദ്ധിപ്പിച്ച് നിരവധി ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. നാം എല്ലാവരും രുചിക്ക് പ്രാധാന്യം നൽകിയാണ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത്. ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂട്ടാൻ നിരവധി രാസവസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കാറുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് അജിനോമോട്ടോ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രത്യേകിച്ച് മാംസം പാകം ചെയ്യുമ്പോൾ രുചിയും മണവും കൂടുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉളവാകുന്ന കൃത്രിമമായ രുചിയാണ് ഉമാമി. ഭക്ഷ്യവസ്തുക്കളുടെ സ്വാദ് കൂട്ടാനും ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാനും നിറം വർദ്ധിപ്പിക്കാനുമൊക്കെയായി രാസവസ്തുക്കൾ ധാരാളമായി ഭക്ഷണങ്ങളിൽ ചേർക്കാറുണ്ട്. ആഹാര പദാർത്ഥങ്ങളിലെ മായം ചേർക്കൽ വളരെയധികം വ്യാപകമാണ്. പാലിൽ വെള്ളം, പഞ്ചസാരയിൽ ചോക്കുപൊടി, തേനിൽ ഡെക്സ്ട്രോസ് എന്നിവ ഏതാനും ചില മായങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മായം ചേർക്കൽ ഭക്ഷണത്തിൻ്റെ തനത് രുചിയും ഗുണവും നഷ്ടപ്പെടുത്തുന്നു. അതിനാൽ മായം ചേർക്കൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. ദഹനവ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നാരുകൾ വളരെയധികം പ്രാധാന്യം വഹിക്കുന്നു. സസ്യാഹാരങ്ങളിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകതരം അന്നജമാണ് നാരുകൾ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ ഇവയിലെല്ലാം ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ വയർ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നിക്കുകയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കൂടാതിരിക്കുകയും ചെയ്യും. ഇത് അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് നമ്മെ സഹായിക്കും. അതുപോലെ കൃത്യമായ മലശോധന നാരുകളടങ്ങിയ ഭക്ഷണം ഉറപ്പുവരുത്തുന്നു. മലബന്ധമുള്ളവർക്ക് ഡോക്ടർമാർ ഔഷധ രൂപത്തിൽ നാരുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവരിൽ ഹൃദയാഘാതം താരതമ്യേന വളരെ കുറവായാണ് കാണുന്നത്. നാരുകളാൽ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് വൻകുടൽ, മലാശയം എന്നിവിടങ്ങളിലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഭക്ഷണത്തിലൂടെ ആരോഗ്യം എന്നതാവണം നമ്മുടെ ലക്ഷ്യം. വ്യക്തിയിലൂടെ ആരോഗ്യം സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാന ശിലയാണ്. താങ്ക് യു.